പൊന്നാര അടുത്തിയേ, ഞങ്ങൾ മതം അടിച്ചേൽപ്പിക്കുന്നുണ്ട്, മതം ഞങ്ങൾ നന്നായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച മതമല്ല കേട്ടോ. നിങ്ങൾ വായ പൊളിക്കുന്നത് തീവ്രവാദവും ഭീകരവാദവും അതുപോലെ ആക്രമണത്തിന് പ്രോത്സാഹനവും നടത്താൻ വേണ്ടിയാണ്. ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കാനാണ് നിങ്ങൾ വായ പൊളിക്കുന്നത്. ആ മതമല്ല, നിങ്ങൾ ഉദ്ദേശിച്ച മതമല്ല ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. ഞങ്ങള് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ആ കുട്ടിയുടെ വലത് ചെവിയിൽ അള്ളാഹു അക്ബർ എന്ന മതത്തിന്റെ ആശയം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അള്ളാഹു ദൈവം വലിയവനാണ്, നമ്മളൊക്കെ ചെറിയവരാണ്. ദൈവത്തിനാണ് ശക്തിയുള്ളത്, നമ്മളൊക്കെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന സുന്ദരമായ ആശയം, എല്ലാവരെയും സ്നേഹിക്കുന്ന അള്ളാഹു അക്ബർ എന്ന ആശയം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മതത്തിന്റെ സുന്ദരമായ ആശയം, ആ മതം ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആ കുട്ടി വലുതായി, ആ കുട്ടി വളർന്ന് പഠനകാലം എത്തുന്ന സമയത്ത് ഇസ്ലാമിന്റെ പാഠശാലയിലേക്ക് ആ കുട്ടി കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി ആ കുട്ടി കേൾക്കുന്നത് ഇർഹമു മൻഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യുക. അവിടെ മതം നോക്കണ്ട, ഹൈന്ദവനാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും നിങ്ങൾ കരുണ ചെയ്യണം, കരുണയുടെ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ഈ മതം ഞങ്ങൾ നന്നായിട്ട് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അത് ഇനിയും അടിച്ചേൽപ്പിക്കും. അത് അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ മദ്രസ പ്രസ്ഥാനം. മനസ്സിലായോ? അതായത് 10,000-കണക്കിന് മദ്രസകളാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് വായ പൊളിക്കുമ്പോൾ ഈ തീവ്രവാദം പറയുമ്പോൾ ഇങ്ങനെ പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പാഠശാലകൾ തുടങ്ങാൻ സാധിക്കുന്നില്ല. ഏത് കാരുണ്യത്തിന്റെ പാഠശാല? തീവ്രവാദവും ഭീകരവാദവും വിളമ്പി കൊടുക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും. അതിന് നിങ്ങൾക്ക് കുട്ടികളെ കിട്ടുന്നില്ല. അതിന് ഞങ്ങളോട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ മതം അടിച്ചേൽപ്പിക്കുന്നവർ തന്നെയാണ്. മനസ്സിലായോ? ഈ കാരുണ്യത്തിന്റെ മതം അടിച്ചേൽപ്പിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾ മതം ഉയർത്തിപ്പിടിക്കുന്നവർ തന്നെയാണ്. അത് ആരുടെ മുമ്പിലും ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഓക്കെ.